ഒറ്റക്കെട്ടായി എതിർക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിക്കുമ്പോഴും വഖഫ് ഭേദഗതി ബില്ലുമായി കേന്ദ്രം ലോക്സഭയിലേക്ക്. മുസ്ലിം ലീഗ് തൊട്ട് മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ബില്ലിനെ എതിർത്ത് നിലപാടെടുത്തപ്പോഴും മുനമ്പം ഉയർത്തിക്കാട്ടി ബില്ലിനെ കേരള എംപിമാർ പിന്തുണച്ചേ മതിയാകൂ എന്ന നിലപാട് കർക്കശമാക്കിയിരിക്കുന്നു KCBC. കേരളത്തിൽ മുനമ്പത്തിൽ തട്ടി ബില്ല് സമുദായ ധ്രുവീകരണം നടത്തുമെന്ന് ഇടതും വലതും ആരോപിക്കുമ്പോഴും ഘടകകക്ഷികളുടെ സമ്മർദ്ദം പോലും മറികടന്ന് BJP സർക്കാർ ബില്ലുമായി മുന്നോട്ടു പോകുകയാണ്. കേരള രാഷ്ട്രീയം കാണുന്ന മുനമ്പത്തിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വഖഫ് ബിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം കാണുന്നത് എന്താണ് BJP? തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബീഹാറിലും പിന്നെ UPയിലും BJP നടത്തുന്ന വലിയ രാഷ്ട്രീയ നീക്കത്തിന്റെ തുടർച്ചയാണ് വഖഫ് ബിൽ. പിന്നാക്ക മുസ്ലിങ്ങൾ, ബോറ, ആഖഗാനി വിഭാഗങ്ങളെ വഖഫ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള ഭേദഗതിയാണ് ആ ബില്ലിലെ തുറുപ്പുചീട്ട്. മറ്റെല്ലാ മുസ്ലിം സംഘടനകളും ബില്ലിനെ എതിർക്കുമ്പോഴും ബീഹാറിലും UPയിലും ശക്തമായ പാസ്മാന്ത മുസ്ലിം എന്ന പിന്നാക്ക മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ ഈ ബില്ലിൽ മോദി സർക്കാരിനുണ്ട്. സ്വാഗത് മോദി എന്ന പേരിൽ ലക്ഷക്കണക്കിന് മുസ്ലിം കുടുംബങ്ങൾക്ക് ഈദ് കിറ്റ് വിതരണം ചെയ്തതും ഈ വിഭാഗത്തെ കൂടെ നിർത്താൻ തന്നെയായിരുന്നു. പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങളെ മറ്റ് മുസ്ലിം വിഭാഗങ്ങൾ അവഗണിക്കുന്നതിനെതിരെ പലതവണ പ്രസ്താവന നടത്തിയിട്ടുള്ള നരേന്ദ്രമോദിയും BJP സർക്കാരും ആവർത്തിച്ചു പറയുന്നത് ഈ ഭേദഗതി ബിൽ അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയെന്നാണ്. അപ്പോൾ രാഷ്ട്രീയ കേരളം കാണുന്ന മുനമ്പത്തിനപ്പുറമുണ്ട് വഖഫ് ഭേദഗതി ബില്ലിലെ രാഷ്ട്രീയം. അതിനിടയിൽ KCBCയുടെ സമ്മർദ്ദം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, പ്രതിപക്ഷത്തിലെ ആശയക്കുഴപ്പം. വഖഫ് മുന്നോട്ട് വയ്ക്കുന്ന ദേശീയ ഗോളിൽ കേരളം എന്ത് റോളായിരിക്കും എടുക്കുക?